അരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസമിതി 2 വർഷം പിന്നിടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് പരിശീലനം നടത്തി. പഞ്ചായത്തിൽ ഒട്ടേറെ പേരാണ് മത്സ്യ കർഷക പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. ഗ്രാമീണ മേഖലയുടെ വികസനമാണ് പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും പ്രധാന ലക്ഷ്യമെന്ന് മോൻസ് ജോസഫ് MLA വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ അധ്യക്ഷത വഹിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസഫ്, സിറിയക് മാത്യു, ലിസി ജോയി, പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ദിവാകരൻ, സുധാമണി ഗോപാലകൃഷ്ണൻ, സുജ കുര്യാക്കോസ്, മോളി ജോസഫ്, അനിൽ കെ കൃഷ്ണൻ, സാബു അഗസ്റ്റിൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ ജെസി ചാക്കോ, സുരേന്ദ്രൻ, TD ജോസഫ്, മത്സ്യകേരളം പദ്ധതി കോർഡിനേറ്റർ കുട്ടിയമ്മ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ഒട്ടേറെ പേർ പദ്ധതിയുടെ പ്രയോജനം നേടിയെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ചുമതലയേറ്റത് 2 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ദശദിന കർമ്മപരിപാടി ഈ പഞ്ചായത്തിൽ ജനോപകാരപ്രദമായ വിവിധ നല്ല കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നടത്തുകയാണ്. അതിൽ ഇന്ന് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട ശുദ്ധജല ശാസ്ത്രീയ മത്സ്യകൃഷി പരിശീലനം എന്ന നിലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ ഈ ഒരു സെമിനാർ ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾക്കത് പ്രയോജനകരമാവുന്ന വിധത്തിൽ കാര്യങ്ങളാക്കിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് മയ്യാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൽ നടക്കുകയുണ്ടായി. നൂറുകണക്കിന് കുടുംബങ്ങൾ അതിന് മുന്നോട്ട് വരികയുണ്ടായി. ആദരണീയനായ ധനകാര്യമന്ത്രി KM മാണി സാർ പങ്കെടുത്തുകൊണ്ട് കോഴി വളർത്തലിന് ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന വിധത്തിൽ കോഴിമുട്ടയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഗവൺമെന്റ് ആവിഷ്കരിച്ച പോൾട്രി ഫാം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രദ്ധേയമായ പ്രോഗ്രാം മയ്യാട്ടുപള്ളി പഞ്ചായത്തിൽ തുടങ്ങി വെച്ചിരിക്കുകയാണ്.